കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിലുള്ള വന്ദനം അറിയിക്കുന്നു. നമുക്കൊരു തിരുവെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വായിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ഈ വചനത്തിൽ ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്ന നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ കേട്ടിരിക്കുന്നു എന്നാണ് തിരുവെഴുത്തിൽ കാണുന്നത്. മിസ്രൈമ്യർ തങ്ങളെ ഞെരുക്കുന്ന ഞെരുക്കവും താൻ കണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ സമയത്ത് നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ തരുന്ന ദൈവ സന്ദേശം ഞാൻ നിങ്ങളോട് ആഴത്തിൽ കൈമാറുകയാണ്. നിലവിളിക്കുവാൻ, ഇവിടെ ഇസ്രായേൽ മക്കൾ നിലവിളിക്കുവാൻ ഒരു കാരണമുണ്ട്. എന്താണ് അവർ നിലവിളിയുടെ കാരണം? നമുക്ക് 1-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഇസ്രായേൽ മക്കളെ കൊണ്ട് ചെയ്യുന്ന കഠിനവേല നിമിത്തം ഇസ്രായേൽ മക്കളുടെ ജീവിതം അത്യന്തം കയ്പായി മാറി. അവരുടെ ആ കാഠിന്യ പ്രവർത്തികളോട് മിസ്രൈമ്യർ അവരോട് ചെയ്യുന്ന സകല പ്രയത്നത്താലും അവരുടെ ജീവിതം ഒത്തിരി കയ്പായി മാറിയത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ 4 സൈഡിൽ നിന്നും അവൻ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാത്ത ഒരനുഭവത്തിലൂടെ അവൻ ഇസ്രായേൽ മക്കളെ മിസ്രൈമ്യർ ഞെരുക്കുമ്പോഴാണ് അവരുടെ നിലവിളി ഉണ്ടാകുന്നത്. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ കേട്ടു. 2, മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കം ഞാൻ കണ്ടു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഈ യൂട്യൂബിലൂടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട്, നിങ്ങളോട് ആ ദൈവിക ദൂത് കൈമാറുകയാണ്. നാളുകൾ കൊണ്ട് നീ നിലവിളിക്കുന്ന നിലവിളിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ആ നിലവിളി എൻ്റെ ദൈവം കേട്ടിട്ടുണ്ട്. അതെ, നിങ്ങളുടെ നിലവിളി ദൈവം കേട്ടിട്ടുണ്ട്. അവൻ നിങ്ങൾ നിലവിളിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായ അത് ഏത് സാഹചര്യമായിരുന്നാലും ആ സാഹചര്യത്തെ അവൻ മാറ്റി നിങ്ങളുടെ നിലവിളിക്ക് ചില മറുപടികൾ തരുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽ ഉറപ്പും വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. അതെ, നിങ്ങൾ നിലവിളിക്കുന്ന നിലവിളികൾ കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ നിലവിളിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കാണുന്നൊരു ദൈവമുണ്ട്. ആ ഏത് സാഹചര്യത്തിന് നടുവിലാണോ ഇന്ന് പകൽ നിലവിളിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് കരയുന്നത്, ആ കരയുന്ന വിഷയത്തിന് ചില മറുപടികൾ കർത്താവ് നിങ്ങൾക്ക് നൽകിത്തരാൻ പോകുന്നു. അതെ, വിശ്വസിക്കുക. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ദൈവാത്മാവിൽ ആലോചനയായി കൈമാറുന്നു. നാളുകൾ കൊണ്ട് മിസ്രൈമിൻ്റെ അടിമനുഖത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ മിസ്രൈമിൻ്റെ ആ അടിമനുഖത്തിൽ കിടക്കുന്ന, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ പല മേഖലകളിൽ നിലവിളിയുടെ അനുഭവവുമായി ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, അതെ, നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ നിലവിളി കേട്ടിരിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങൾ നിലവിളിച്ച വിഷയം എന്താണോ, നിങ്ങൾ നിലവിളിക്കാൻ കാരണമായ വിഷയം എന്താണോ, അത് കാണുന്നൊരു ദൈവമുണ്ട്. അതെ, നിങ്ങളുടെ അവസ്ഥകൾ കണ്ടു വിടുവിക്കുന്ന ഒരു സ്വർഗം. കണ്ണുകളെ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവർ നിലവിളിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നാലും അതിൻ്റെ നടുവിൽ ഇന്ന് പകലിൽ യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുതൽ അനുഭവിക്കട്ടെ. അവരിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന, അവരിന്ന് ഭാരപ്പെടുന്ന സമസ്ത വിഷയങ്ങളുടെ മേൽ ഒരു വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, മഹത്വം വെളിപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിലവിളികൾ കേൾക്കുന്നൊരു ദൈവം, നിങ്ങളെ ഞെരുക്കുന്ന മിസ്രൈമിൻ്റെ അനുഭവത്തെ കാണുന്നൊരു ദൈവം, ആ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.